വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ LDF നടത്തിയ സമരങ്ങളെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തെ അഴിമതിക്ക് ഉപയോഗിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് പിണറായി പറഞ്ഞു. തുറമുഖ നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ ചില സ്ഥാപിത താൽപര്യക്കാർ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പുവെച്ചപ്പോൾ LDF വ്യാപക സമരങ്ങൾ നടത്തിയിരുന്നു. വിഴിഞ്ഞത്തെ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പഴയ സമരങ്ങളെ ന്യായീകരിച്ചത്. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ. അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത്. ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല. പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇച്ഛാശക്തിയെന്ന് M. വിൻസെന്റ് MLA. പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. തുറമുഖത്തിന് തുടക്കം കുറിച്ചത് AK നായനാർ സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്ന് അധ്യക്ഷ പ്രസംഗത്തിനിടെ തുറമുഖ മന്ത്രി VN വാസവനും അവകാശവാദം ഉന്നയിച്ചു. 1996 അധികാരത്തിൽ വന്ന EK നായനാർ ഗവൺമെന്റാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആശയത്തിന് വേണ്ടി ആദ്യമായി ഒരു കമ്മിറ്റി നിയോഗിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.